പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ചാന്ദിനെ വിരിഞ്ഞിറങ്ങി കേട്ടോ. 15 മുട്ട വെച്ച് കൊടുത്തത് ആ 15 അവൾ വിരിച്ച് ഉള്ള ചാന്ദിനി. 15 കുട്ടികളുണ്ട്. ഇത് അവളെപ്പോഴും വിരിച്ച് വെക്കുന്ന മുട്ട മൊത്തം വിരിച്ച് തരാറുണ്ട്. ഇപ്രാവശ്യം കാര്യമായിട്ട് ഇടിയൊന്നും വെട്ടാത്തത് കൊണ്ട് ആ മുട്ട എല്ലാം വിരിഞ്ഞു. ഇപ്പം ഞാൻ ഇറക്കി വിട്ടതേ ഉള്ളൂ. ഇറക്കി വിട്ടിട്ട് ഈ സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയൊക്കെ കാണിക്കാം എന്ന് കരുതി. സൂപ്പറല്ലേ? കുഞ്ഞുങ്ങളൊക്കെ പൂവൻ കോഴിയാണോ പിടക്കോഴിയാണോ എന്നൊന്നും അറിയില്ല. കുറച്ച് നാൾ കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. അവളുടെ പേര് ചാന്ദിനി കേട്ടോ. ഞാൻ മറ്റേ ഇവളെ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേന് ഈ അമ്മ 5 മക്കളെ ഇറക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും കാണിച്ചായിരുന്നു. ഞാൻ 5 പേരും കൊണ്ടിറങ്ങിയത്. ഇവൾക്ക് എന്തോ സംഭവിച്ചതാണ്, ആ മുട്ടയ്ക്ക് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടായതാണ്. ഇവൾക്ക് 10 വെച്ച് കൊടുത്തതാണ്. ഇനി ഇവിടെ വേറെ ഒരു തിരിപ്പുണ്ട്, മല്ലിക. മല്ലിക ഇരിക്കുന്നുണ്ടോ? മല്ലിക ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ വെച്ച് കൊടുത്തത്. നമുക്ക് 10-12 മുട്ടയെ വെച്ചിട്ടുള്ളൂ, ആദ്യത്തെ ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കുറേ കുട്ടികളെ തന്നിട്ടുള്ളതാണ്. പഴയ കുഞ്ഞുങ്ങളെ നല്ല നോക്കും. കാക്കയോ അത് എന്ത് വന്നിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഓടിച്ചിട്ട് കൊത്തിക്കളയും. കുഞ്ഞുങ്ങളെ വിട്ട് പറന്ന് പോവുകയില്ല. ഇത്ര സ്നേഹമുള്ളവളാണ്. കുട്ടികൾ, നമ്മുടെ കുട്ടികൾ എല്ലാം നാടൻ മുട്ടയാണ് കേട്ടോ. അവളുടെ പിന്നെ വേറെ നാടൻ കോഴികൾ അപ്പുറത്ത് നിൽപ്പുണ്ട്. അവരുടെ മുട്ടകളാണ് കംപ്ലീറ്റ്. സൂപ്പറല്ലേ? എല്ലാ കുഞ്ഞുങ്ങളെ നല്ല ആരോഗ്യത്തോടുകൂടി വരാൻ പ്രാർത്ഥിക്കുക. ഇനി ഇവർക്ക് കണ്ണിലൊഴിച്ചു കൊടുക്കുന്ന ഒരു മരുന്നുണ്ട്. വലത്തെ കണ്ണിൽ 2 തുള്ളി ഒഴിച്ചു കൊടുക്കണം. അത് 7 ദിവസത്തിനുള്ളിലാണ് കൊടുക്കേണ്ടത്. അപ്പം ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് ടൗണിൽ പോയി വാങ്ങാൻ പറ്റില്ല. ഇവരിപ്പം 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവർക്ക് 2 പേരും കൂടെ വാങ്ങിക്കാം. ആ മരുന്നിനൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 2 സൈസ് സാധനമാണ്. അത് ഡയലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉടനെ തന്നെ ഉപയോഗിക്കണം. പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരട്ടെ.